കാര്യം സൈന്യവും NDRF-ഉം ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുകയാണ്. ഒറ്റപ്പെട്ടുപോയ വയനാട്ടിലെ മേപ്പാടിയും ചൂരൽമലയും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ റമീസ്, ഈ പാലം താൽക്കാലികമായി നിർമ്മിക്കുന്നതിലേക്കാണ് ഇനി രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഘട്ടമെന്ന് പറയുന്നത്, അല്ലേ? തീർച്ചയായും എയർലിഫ്റ്റിംഗ് സംവിധാനമാണ് കൂടുതലായിട്ട് വയനാട് മേപ്പാടിയിലേക്ക് എത്തിക്കുന്നത്. ആ ഭാഗത്തായി സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയും അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള രക്ഷാ ദൗത്യ സംഘങ്ങളും NDRF സംഘങ്ങളും വയനാടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ വായുസേനയുടെ 2 ഹെലികോപ്റ്റർ സുളൂറിൽ നിന്ന് എത്തുന്നതോടെ ഒറ്റപ്പെട്ടു പോയവരെയും കൂടി രക്ഷപ്പെടുത്തുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ ഊർജിതമാണെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നമ്മോട് അറിയിച്ചിട്ടുള്ളത്. കോഴിക്കോട് നിന്നും രക്ഷാപ്രവർത്തനത്തിനായി ടെറിട്ടോറിയൽ ആർമി കോഴിക്കോട് 122 ബറ്റാലിയനിൽ നിന്നുള്ള ഒരു കമ്പനിയും ഉടൻ യാത്ര തിരിക്കുമെന്നാണ് വിവരം. 50 പേരടങ്ങുന്ന സംഘമാണ് ഇതിനായി പുറപ്പെടുന്നത്. എന്തായാലും കൃത്യമായ രക്ഷാപ്രവർത്തന നടപടികൾ തന്നെയാണ് വയനാട്ടിലേക്ക്. സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ ഏകോപിപ്പിക്കുന്നുണ്ട്. ഇതിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള NDRF സംഘവും ഉടൻ തന്നെ പുറപ്പെടുന്നുണ്ട്. ഇതിനു പുറമെ വയനാട് ജില്ലയിൽ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലും പോലീസ് ആസ്ഥാനത്തും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. പോലീസ് സംസ്ഥാന മേധാവിയുടെ നിർദ്ദേശപ്രകാരം ആൻഡ് പോലീസ് 5 ബറ്റാലിയനുകളും മലബാർ സ്പെഷ്യൽ പോലീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും വയനാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗതാഗത തടസ്സം ഇത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും മറ്റും ചുരത്തിലടക്കം വലിയ ഗതാഗത തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് നിന്നും താമരശ്ശേരിയിലേക്കുള്ള ഗതാഗതം കൃത്യമായ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാണ് നടത്തുന്നത്. കോഴിക്കോട് നിന്നും വയനാട്ടിലേക്കുള്ള KSRTCയുടെ സർവീസുകളെല്ലാം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. അത്യാവശ്യ വാഹനങ്ങൾ മാത്രമേ വയനാട്ടിലേക്ക് ചുരം വഴി കടത്തിവിടുന്നുള്ളൂ. രക്ഷാദൗത്യത്തിനായും ഹോസ്പിറ്റൽ ആവശ്യവുമായുള്ള മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി റോഡ് പരമാവധി ഒഴിഞ്ഞു കൊടുക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ രക്ഷാദൗത്യത്തിനായി സിവിലിയൻ പൗരന്മാർ നിലവിൽ വയനാട്ടിലേക്ക് പോകുന്നത് തൽക്കാലം നിർത്തിവെക്കണമെന്ന് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം പരിശീലനം സിദ്ധിച്ചവർ മാത്രമേ നിലവിൽ ആ ഭാഗത്തേക്ക് പോകേണ്ടതുള്ളൂ എന്നും അധികൃതർ തീർച്ചയായും റമീസാണ് ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങൾ കൂടി നൽകിക്കൊണ്ടിരിക്കുന്നത്. ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ അപകടത്തിൽ ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടം. ഒരു ഭാഗം ഒന്നാകെ ഒലിച്ചു പോകുന്നു. ടൗണിൻ്റെ ഒരു ഭാഗം ഒന്നാകെ ഒലിച്ചു പോകുന്നു. കിലോമീറ്ററുകളോളം പടർന്നൊഴുകുകയാണ് വെള്ളവും ചെളിയും അടക്കം ദുരിതങ്ങൾ വിതച്ചുകൊണ്ട്. ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കൂടിയാണ് നാം കാണുന്നത്. 19 പേരുടെ മരണമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയുന്നതെങ്കിൽ പോലും മരണസംഖ്യയെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ഇപ്പോഴും നൽകാനാകുന്നില്ല. ഇവിടേക്കുള്ള പാലം തകർന്നതാണ് ഈ പ്രദേശം കൂടുതൽ ഒറ്റപ്പെടാൻ കാരണമായത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയും സൈന്യത്തിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ രക്ഷാപ്രവർത്തനം ഊർജിതമായി അവിടെ പുരോഗമിക്കുകയാണ്. കൂടുതൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി കൂടുതൽ പേർ അവിടേക്ക് എത്തുന്നു. മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരെ കൂടി അവിടേക്ക് എത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുതയായി പറയേണ്ടത് ഈ ഘട്ടത്തിൽ അത് തന്നെയാണ്. വയനാട് മുണ്ടക്കയിലും